മോർണിംഗ് ഓൾ. ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ എന്റെ ബയോട്ടോറിയം ഫാമിലി കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ നല്ലൊരു ദിവസം നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. താങ്ക് യു ഓൾ. എന്റെ പ്രിയപ്പെട്ടവരുടെ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവര് വീഡിയോ ഓൺ ചെയ്തിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഓഡിയോ അത് മ്യൂട്ടാക്കി വെക്കണം. നമ്മുടെ വീഡിയോയില് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വരുന്നതാണ്. നമ്മുടെ സഹോദരന്മാരെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയമാണ്. എല്ലാവരും അവരവരുടെ ഡ്രസ് കോഡ് ഒന്ന് ശ്രദ്ധിക്കണം. എഴുന്നേറ്റ് വരുന്നവര് അവരുടെ, അതായത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അറിയാൻ പറ്റില്ല അവർ എഴുന്നേറ്റ് വരുന്ന സമയമുണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം കൂടിയാണ് അതെല്ലാവരും ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുജാമോൾ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഒരു 6-7 മാസമായി ഈ ഫാമിലിയിലേക്ക് വന്നിട്ട് ഞാനും എന്റെ ഫാമിലിയും കൂടെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിച്ച് എന്റെ ഫാമിലി ഒപ്പം നിന്ന് ഒരു 6.5 ലക്ഷം രൂപയോളം വരുമാനം നേടിയിട്ടുണ്ട്. നല്ല നല്ല അച്ചീവ്മെന്റുകൾ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം, അതായത് നമ്മളെ എല്ലാവരും ഏറെ കാത്തിരുന്ന കമ്പനിയുടെ റീപർച്ചേസിംഗ് അപ്ഡേഷൻ, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത് നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായി എത്തിക്കുകയും ഫാമിലിയിൽ നിന്ന് റിസൾട്ട് എടുത്തുകൊണ്ട് ഒരുപാട് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ച് നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക് നല്ല വരുമാനം നേടിത്തന്നുകൊണ്ട് നമ്മളെ എല്ലാം കൈപിടിച്ച് മേലോട്ട് ഉയർത്തുന്ന നമ്മുടെ എല്ലാം പേഴ്സണാലിറ്റി, നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, നമ്മുടെയൊക്കെ മെന്റർ, നമ്മുടെ മോട്ടിവേറ്റർ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെയൊക്കെ റോൾ മോഡലായ KBCയുടെ ചെയർമാനും കൂടിയായ ദ വൺ ആൻഡ് ഓൺലി മനോജ് സാറാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി, സ്നേഹ ആദരവോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഓക്കെ താങ്ക് യു സുജാമ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഉണ്ട് സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോ സുപ്രഭാതങ്ങളും ഞാൻ എപ്പോഴും പറയും പോലെ ഓരോ പുനർജന്മങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട്, ആവേശത്തോട് കൂടിയിട്ട് അല്ലേ, നമ്മളെ എന്താ പറയാ, ആ ജീവിതത്തോണി കരയിലേക്ക് അടുപ്പിക്കാനുള്ള ആവേശത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നല്ല മനോഹരമായ പച്ചത്തുരുത്തുകളെ നോക്കിയിട്ട് അല്ലേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഞ്ചാരത്തിന് വേഗം നൽകുന്ന രീതിയിൽ പുതിയ അപ്ഡേഷൻസ് ബയോട്ടോറിയത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ജൂലൈ മാസം നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻകം പ്ലാൻ ഒരു കമ്പനിയും ഇന്ന് വരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇൻകം പ്ലാൻ, എനി ടൈം ഫാമിലി ബോണസ് എന്ന രീതിയിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഒന്നുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അത്രയും വലിയ അപ്ഡേഷൻസ് ആണ് ഈ ജൂലൈ മാസം നമുക്ക് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MD ഡോക്ടർ സാഗർ ജോഷി സാറ് സമ്മാനിച്ചിരിക്കുന്നത്. ഒരു ദിവസം 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം 30 ലക്ഷം രൂപയും ഒരു വർഷം 3,65,00,000 രൂപയും ഒരു സിംഗിൾ ഐഡിയിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം. അതുകൂടാതെ ഇന്നലെ വീണ്ടും ഒരു പുതിയ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർ ഡൂപ്പർ പ്ലാൻ ഇന്നലെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു സാർ. നമുക്കറിയാം, ഡയറക്ട് സെല്ലിങ്ങിന്റെ യഥാർത്ഥ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്, മനോഹാരിത എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ടീമിലുള്ള പലരും അവർക്ക് ആവശ്യമുള്ള പല ഉൽപ്പന്നങ്ങളും പല അവസരങ്ങളിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പാസീവ് ഇൻകം ലഭിക്കുക എന്നുള്ളതാണ് റീപർച്ചേസിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഫസ്റ്റ് പർച്ചേസിൽ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ആണ് അവിടെ കൂടുതൽ നടക്കുന്നത്. നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നോ പ്രോബ്ലം. റിക്രൂട്ട്മെന്റിന് ഇവിടെ അനന്തമായ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 145-150 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ മഹാരാജ്യത്ത് കേവലം 50 ലക്ഷം പേര് പോലും ആയിട്ടുള്ളൂ നമ്മുടെ ബയോട്ടോറിയത്തിൽ. ബാക്കി വിശാലമായ മഹാസമുദ്രം പോലെ അനന്തമായ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും അതേപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനും നമുക്കിവിടെ നിലവിലുണ്ട്, സാധ്യതയുണ്ട്. ഒരു സാധ്യത കുറവില്ല.
അത് വലിയ സാഗരം പോലെ അവിടെ കിടക്കുകയാണ്. നമുക്ക് നീന്തി തുടിക്കാനുള്ള അവസരം അവിടെയുണ്ട്. എന്നാൽ പോലും അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വരുന്ന ആളുകൾ ഈ സിസ്റ്റത്തിലേക്ക് വരികയും അവർക്ക് പിന്നീട് അവർ ഓരോരുത്തരും ഓരോ ഉൽപ്പന്നങ്ങൾ അവരുടെ വീടുകളിലേക്ക് വാങ്ങി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വാങ്ങി റീറ്റെയിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലൂടെ നാം അറിയാതെ കിട്ടുന്ന ഒരു ഇൻകം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ഇൻകമാണ് റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. അതൊരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി, ഇതാണ് ഇന്നലെ പറഞ്ഞു, വേൾഡ്സ് ഫസ്റ്റ് ലോയസ്റ്റ് മോസ്റ്റ് അല്ലെ ബോട്ടം ഫ്രണ്ട്ലി റീപർച്ചേസ് പ്ലാൻ എന്നാണ് ഇന്നലെ സാറ് പറഞ്ഞിരിക്കുന്നത്. ആ പിക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്റെ PPT ഔദ്യോഗികമായിട്ട് സാറ് പുറത്തു വിട്ടിട്ടില്ല. മിക്കവാറും 2 ദിവസത്തിനുള്ള അതിന്റെ PPT വരും. PPT വന്നതിന് ശേഷം നമുക്ക് ഇത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ലോവസ്റ്റ് മോസ്റ്റ് ബോട്ടം ഫ്രണ്ട്ലി, ഏറ്റവും താഴെത്തട്ടിൽ ബിസിനസ് നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹ്യൂജ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ഒരു അട്രാക്റ്റീവ് പാസീവ് ക്ലബ്ബ് ടേൺ ഓവർ ബോണസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ്, ഇത് ഒന്നുമില്ല, വളരെ സിമ്പിൾ. ഇതൊന്നും കണ്ടിട്ട് ആരും ഭയപ്പെടാനില്ല, വളരെ സിമ്പിൾ ആണ്. ഞാനിത് പറയാം. അപ്പൊ അടുത്ത പിക്കിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്. അതായത് നമ്മളൊരു പാസീവ് ക്ലബ്ബ് ടേൺ ഓവർ ആണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു PV ക്ക് നമുക്ക് കിട്ടുന്ന 1 PV = 40 rupees, 40 രൂപയാണ് ഒരു PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 40 PV × 40 മാച്ച് ചെയ്യുമ്പോൾ 1600 കിട്ടും. 70 × 40 മാച്ച് ചെയ്യുമ്പോൾ 2800 കിട്ടും. 40 രൂപയാണ് ഒരു PV ക്ക് കിട്ടുന്നത്. ഇവിടെ വലിയ നല്ലൊരു എമൗണ്ട് കിട്ടാൻ വേണ്ടി പോവാണ്. അത് പാസീവ് ക്ലബ്ബ് ടേൺ ഓവർ ബോണസ് ഇൻകം എന്ന രീതിയിലാണ് സാർ തരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മളൊരു ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് തന്നെ EMI അടക്കാനാണ്. എല്ലാവർക്കും അറിയാം അല്ലെ? പല EMI-കൾ, ഇപ്പൊ ബൈക്ക് ആണെങ്കിൽ ഒരു EMI ആയിട്ട് എടുക്കുന്നു, നമ്മൾ കാർ ആണെങ്കിൽ EMI ആയിട്ട് എടുക്കുന്നു, വീട് പണിയാൻ ലോൺ എടുക്കുന്നു. ഇതെല്ലാം മന്ത്ലി നമ്മൾ EMI ആയിട്ട് എടുക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ലോൺ എടുക്കുന്നു, അത് EMI ആയിട്ട് എടുക്കുന്നു. ഇല്ല, ഇപ്പൊ ടൂറ് പോകാൻ EMI ഉണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോലും EMI വരുന്ന സംവിധാനങ്ങളാണ്. ചില ട്രീറ്റ്മെന്റുകളിലൊക്കെ നമുക്ക് EMI സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. കാരണം അത്രയും മത്സരമായി കഴിഞ്ഞു അവിടെ. അപ്പൊ ഇതുപോലുള്ള EMI എടുക്കുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു അടവ് അവിടെ കൃത്യമായിട്ട് വരും. അതിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമ്മുടെ ഈ റീപർച്ചേസ്, അത് പാസീവ് ഇൻകം ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഒരു റെഗുലർ പാസീവ് ഇൻകം വരുമ്പോൾ നിങ്ങൾക്ക് ആ EMI-യിലേക്ക് കാർ ഫണ്ട്, ഹൗസ് ഫണ്ട് അല്ലെ, എഡ്യൂക്കേഷൻ ഫണ്ട്, ടൂർ ഫണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു റെഗുലർ ഇൻകത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലാനാണ് സാറ് ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പിക്ക് മാത്രം മതി നമ്മുടെ റീപർച്ചേസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ജീനിയസിലും വിന്നർ സൈഡിലും ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ടീമിനെ മെല്ലെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് തുടങ്ങിയ ഒരാൾക്കും ഇത് മെല്ലെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ബിസിനസ് 2 ചാനലിലൂടെയാണ് പോകുന്നത്. ഒന്ന് ജീനിയസ് സൈഡ്, അടുത്തത് വിന്നർ സൈഡ്. ഇപ്പോൾ ജീനിയസ് സൈഡിലും വിന്നർ സൈഡിലുള്ള ഓരോ ആളുകളും ഓരോ ഉൽപ്പന്നങ്ങൾ അവരുടെ ആവശ്യത്തിന് വാങ്ങുകയോ റീറ്റെയിൽ ചെയ്യാൻ വാങ്ങുകയോ ചെയ്യും. റീറ്റെയിൽ പ്രോഫിറ്റ് ഇതിനകത്ത് ഉണ്ടാവും. എക്സാമ്പിൾ, നമ്മുടെ ഗിർ പശുവിന്റെ നെയ്യ് അല്ലെ, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എല്ലാ വീടുകളിലും വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് ആണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന് 2400 രൂപയാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത്ര നാളും. അതേ സെയിം പ്രൈസ് തന്നെയാണ്. അതിന് നമുക്ക് കിട്ടുന്നത് 4 PV ആണ്, 4 PV. അതേപോലെ തന്നെ സി ബക്ത്രോൺ 4 PV ആണ്. ഓരോ പ്രൊഡക്ട്സും അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. അതേപോലെ നമ്മുടെ മോർവിറ്റക്ക് 4 PV ആണ്. ക്യാപ്സ്യൂളിനാണെങ്കിൽ 2 PV ആണ്. അതിന്റെ പൗഡർ ഉണ്ട്, അതിന് 4 PV ആണ്. അതിന്റെ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഇപ്പൊ അടുത്ത ദിവസം തന്നെ സാറെ അനൗൺസ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ടീമിലുള്ള ഓരോരോ ആളുകളും 4 PV, 3 PV, 2 PV, 1 PV, 5 PV, 10 PV, ഇങ്ങനെ സിംഗിൾ പ്രൊഡക്റ്റ് ആണ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക. ഈ സിംഗിൾ പ്രൊഡക്റ്റുകൾ ജീനിയസ് സൈഡിലുള്ള ഓരോ ആളുകൾ 4 PV മേടിച്ചു അല്ലെ. അപ്പൊ ഒരു 20 പേര് അവിടെ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും എത്ര PV ആവും? 20 × 4 80 PV ആവും. 80 PV ആവും. അപ്പൊ 79 PV ജീനിയസ് സൈഡിലും മറ്റേ സൈഡിലും 79 PV എപ്പോഴാണോ ആകുന്നത് അതുവരെ ഇത് 2 സൈഡും ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആയിരിക്കും സംശയം വേണ്ട. 79 PV ആകുന്നത് വരെ ബോത്ത് സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ 79 ആകുന്നത് ആ സമയത്ത് അത് എന്താവും? അത് മാച്ച് ആവും. നോ ടൈം ലിമിറ്റ്. അതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ല. ചിലപ്പോ 1 ദിവസം കൊണ്ടാവാം, 2 ദിവസം കൊണ്ടാവാം, ഒരാഴ്ച കൊണ്ടാവാം, 1 മാസം കൊണ്ടാവാം, 6 മാസം കൊണ്ടാവാം.
എപ്പോഴാണോ ആകുന്നത് അതുവരെ അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സെയിം 79 PV മാച്ച് ചെയ്യുമ്പോൾ, അതായത് 158 PV ടോട്ടലി രണ്ടും കൂടെ കൂട്ടുമ്പോൾ 79 അതാണ് 158 MPV എന്ന് പറയുന്നത് മാച്ചിങ് പോയിന്റ് വാല്യൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു വൺ സൈഡിൽ 79 PV വരിക, മറ്റേ സൈഡിലും 79 PV വരിക. 79 PV എങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ. ഇത് നമ്മുടെ ഫസ്റ്റ് പർച്ചേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഒരു വേറെ പ്ലാനാണ്. ഫസ്റ്റ് പർച്ചേസായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ? ഫസ്റ്റ് പർച്ചേസിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ അനുസരിച്ചുള്ള വരുമാനം റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ചെയ്യാത്ത ആൾക്ക് ഫസ്റ്റ് പർച്ചേസിലെ വരുമാനം കട്ട് ചെയ്യോ ഹോൾഡ് ചെയ്യോ ഒന്നും ചെയ്യില്ല. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫസ്റ്റ് പർച്ചേസിന്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വരുമാനം പിടിച്ചു വെക്കുകയോ ഹോൾഡ് ചെയ്യോ ചെയ്യില്ല. എന്നാൽ പല കമ്പനികളും റീപർച്ചേസ് മാസം മാസം നടത്തിയിട്ടില്ലെങ്കിൽ അവിടെ വരുമാനം ഹോൾഡ് ചെയ്യും. പിന്നീട് വരുന്ന PVകളൊന്നും അവർക്ക് ഡാഷ്ബോർഡിൽ കാണിക്കില്ല. പക്ഷേ നമ്മുടെ ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു പ്ലാനാണ്, ഇത് വേറൊരു പ്ലാനാണ്. അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ? അപ്പൊ അങ്ങനെ 79 PV മാച്ച് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 18,000 റുപ്പീസ്, 18,000 രൂപ. എപ്പോഴാണോ മാച്ച് ആവുന്നത് അപ്പൊ തന്നെ ആ കട്ട് ഓഫ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതെന്താവും, ഡാഷ്ബോർഡിൽ കാണിക്കും. ഈ പേയ്മെന്റ് എപ്പോ ക്രെഡിറ്റ് ആവും ഞാനിപ്പോ തന്നെ പറഞ്ഞു വേണം, പിന്നീട് കാണിക്കുന്നുണ്ട്. എപ്പോ ക്രെഡിറ്റ് ആവും എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ വരും പോലെ 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പേയ്മെന്റ് വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും സെയിം തന്നെയാണ് ഇത് കിട്ടുക. അപ്പൊ 13 PV എടുത്ത് ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകൾക്കും 25, അതാണ് ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്നത്, 25 PV എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കും 40 PV, 50 PV, 100 PV, എത്ര PVയുടെ എൻട്രി ആണ് നിങ്ങളുടെ ID എന്നുള്ളത് ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും ഈ 18,000 രൂപ തന്നെ കിട്ടും. അപ്പൊ ഒരു കട്ട് ഓഫിൽ 18,000 രൂപ. അങ്ങനെ നമുക്ക് ഒരു ദിവസം എത്ര കട്ട് ഓഫ് ഉണ്ട്? 12 മണിക്കൂർ അല്ലെ? 12 മണിക്കൂറാണ് ഇതിന്റെ കട്ട് ഓഫ് ടൈം. സാധാരണ നമ്മുടെ ഇപ്പോഴുള്ള മദർ പ്ലാനിന്റെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് രാവിലെ 5 മണി, 4:58 കട്ട് ഓഫ്. 5 മണിയെന്ന് നമ്മൾ പറയും. വൈകിട്ടത്തെ കട്ട് ഓഫ് ഇതേപോലെ തന്നെ 4:58 5 മണിയാണ്. എന്നാൽ നമ്മുടെ റീപർച്ചേസിൽ വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഉച്ചക്ക് 12 മണിയും രാത്രി 12 മണി, അതായത് 11:58. ഉച്ചക്ക് 12 മണിക്കാണ് കട്ട് ഓഫ്, രാത്രി 12 മണിക്കാണ് കട്ട് ഓഫ്. ഒരു കട്ട് ഓഫിൽ 18,000 രൂപ വാങ്ങിക്കാം. അങ്ങനെ 2 കട്ട് ഓഫ് ഒരു ദിവസം ഉണ്ടാവും. ഒരു ദിവസം നമുക്ക് 36,000 റുപ്പീസ് പെർ ഡേ ഈ ഇൻകം വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ്. അതൊന്നും കൂടി ഇവിടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 79 PV ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വ്യക്തമായിട്ട് പല പല ഉൽപ്പന്നങ്ങൾ വാങ്ങും. ഇതിൽ 100ഓളം ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പല പല ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ ഉൽപ്പന്നങ്ങൾ വരുന്നതിനനുസരിച്ച് 79 PV മാച്ച് ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൽ 18,000 രൂപ കിട്ടും. ഒരു ദിവസം 36,000 രൂപ കിട്ടും അല്ലെ? ഒരു മാസം എത്ര കിട്ടുന്നുള്ള അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 36,000 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം കിട്ടുന്ന എമൗണ്ട് 10,80,000 രൂപ. ഒരു മാസത്തേക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 10,80,000 രൂപ ഒരു മാസം നമുക്ക് കിട്ടും. ഒരു വർഷം നമുക്ക് കിട്ടുന്ന ടോട്ടൽ 1,31,40,000 രൂപ. റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും. 1,31,40,000 രൂപ റീപർച്ചേസിലൂടെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. പെർ ഡേ 36,000. ഒരു മാസം 36,000 ഇൻറ്റു 30 days, ഇപ്പോ 10,80,000 രൂപ. 36,000 ഇൻറ്റു 365 days, 365 ദിവസം. അപ്പോ 1,31,40,000 രൂപ നമുക്ക് ഇതിലൂടെ നേടാൻ പറ്റി സാധിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്. ഓരോ 12 മണിക്കൂർ കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓരോ 12 മണിക്കൂറിലും നമുക്ക് 18,000 രൂപ കിട്ടും. അങ്ങനെ നമുക്ക് എത്ര 12, ഒരു ദിവസം 2 കട്ട് ഓഫ് അല്ലെ? ഒരു ദിവസം 36,000 രൂപ കിട്ടും. എപ്പോഴാണോ 79 മാച്ച് ആകുന്നത് അപ്പോൾ 2 സൈഡും ഫ്ലഷ് ഔട്ട് ആവും. അടുത്ത പിക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം 100-ലധികം വെരി യൂസ്ഫുൾ ഡെയിലി നെസസറി പ്രൊഡക്ട്സുകൾ ഇതിനകത്തേക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യും. എല്ലാം നാളെ സുപ്രഭാതത്തിൽ 100 പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്. വേൾഡ്സ് ഫസ്റ്റ് അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ ഫ്രണ്ട്ലി റീപർച്ചേസ് ബിസിനസ് പ്ലാൻ. അതാണ് ഇതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്.
ഓരോ കാറ്റഗറി വൈസും ചെറിയ ടാർജറ്റ് ഉണ്ട്, ടാർജറ്റിന്റെ സ്ലാബ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ടാർജറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ ആളുകൾ റീറ്റെയിൽ ചെയ്യും അല്ലേ, സ്വാഭാവികമായിട്ടും. ആ റീറ്റെയിൽ ചെയ്യുമ്പോൾ അത് ഏറ്റവും ബോട്ടം ലെവലിലേക്ക് ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് എന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, നമ്മുടെ വരുമാനത്തിനനുസരിച്ച ടാർഗറ്റാണ്. അതിന്റെ സ്ലാബ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു 16 PV ആണ് എന്റെ ടാർഗറ്റ്. ഞാൻ മാസം 16 PV ഉൽപ്പന്നം, 50 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കിട്ടിയ ആളുകൾ 16 PV ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. എനിക്കൊരു പിന്നെയും വീണ്ടും കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട്, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താവും, അത് ഏറ്റവും ബോട്ടത്തിൽ ചെന്ന് വീഴും എന്നുള്ളതാണ്. ഏറ്റവും ബോട്ടത്തിൽ സ്പില്ല് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ബോട്ടം എന്ന് പറയുമ്പോൾ നമ്മളെ ജീനിയസും വിന്നറും ഉണ്ടാവും. എക്സ്ട്രീം ലെഫ്റ്റിലാണ് പോയി വീഴുക. ഇന്നറിലേക്ക് അത് പാസ് ആവില്ല, ഇന്നറിൽ പൊസിഷൻ പ്ലേസ് ആവില്ല. എക്സ്ട്രീം ലെഫ്റ്റ്, എക്സ്ട്രീം റൈറ്റ്, അതെല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ താഴോട്ട് പോകും, എക്സ്ട്രീം റൈറ്റും എക്സ്ട്രീം ലെഫ്റ്റും. അപ്പൊ ഞാൻ 2 പർച്ചേസ് വന്നിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്ന ഇന്ന് പുതുതായിട്ട് വന്ന ഒരാളുടെ ഐഡിയിലേക്കും ചിലപ്പോൾ എന്താവാം, ഞാനൊരു 4 PV ഒരു നെയ്യ് വാങ്ങിച്ചാൽ അത് താഴെ വന്ന് എക്സ്ട്രീം ലെഫ്റ്റിൽ വന്ന് വീഴും. എന്താ എക്സ്ട്രീം ലെഫ്റ്റിൽ വന്ന് വീഴുമ്പോഴുള്ള ഗുണം, അത് ഏറ്റവും മുകളിലേക്ക് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ്സുകൾ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദമായിട്ട് അപ്പൊ പറഞ്ഞുതരാം. അതായത് അപ്പ് ലൈൻ ഡൗൺ ലൈനിലേക്ക് വന്നിട്ട് ഉള്ള ഒരു സിസ്റ്റം ഇതിനകത്ത് വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതായത് പ്രൊമോട്ട് എവരിഡേ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സ്. ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള ഹെൽത്ത് പ്രൊഡക്ട്സ് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ബയോട്ടോറിയം. ഇപ്പം വെൽനസ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ നെസസറി പ്രൊഡക്ട്സ്, വീടുകളിലേക്ക് ആവശ്യമുള്ള ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടതായ കൺസ്യൂം ചെയ്യുന്നതായ പ്രൊഡക്ട്സുകളും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് എനി ടൈം കമ്പനി ക്ലബ് ടേൺ ഓവർ ബോണസ് നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരോ സിംഗിൾ പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ മോർ പവർ 30 ഗ്രാമിന്റെ ഉണ്ടാവാം, 100 ഗ്രാമിന്റെ ഉണ്ടാകാം, 300 ഗ്രാമിന്റെ ഉണ്ടാകാം. ഇതിന് MRP ഉണ്ടാവും, DP പ്രൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് DP പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത്. ആ നമുക്ക് കിട്ടുന്ന DP പ്രൈസിന് വരുന്ന ഒരു മോർ പവർ, അതിന് MRP ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഒരു കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് MRPക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ റീറ്റെയിൽ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റീറ്റെയിൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുള്ളതാണ്. ഇപ്പൊ ഗീർ പശുവിന്റെ നെയ്യുണ്ട്, നമ്മൾ സോപ്പ് ഉണ്ട്, റിങ്സ് ഉണ്ട്, അൾട്രാബെറി ജ്യൂസ് ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടാ, ഇത് മാത്രമല്ല നിരവധി പ്രൊഡക്ട്സുകൾ ഇനി വരാൻ വേണ്ടി പോകും. 100-ലധികം പ്രൊഡക്ട്സുകൾ വരാൻ വേണ്ടി പോവാണ്. വാച്ച് ഉണ്ട്, മോർവിറ്റി ഉണ്ട്, ഷൂ ഉണ്ട്, റിങ് ഉണ്ട്, അല്ലെ, കോട്ട് ഉണ്ട്. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്യും. 100-ലധികം ഉൽപ്പന്നങ്ങൾ 1 by 1 ആയിട്ട് ഡെയിലി യൂസിനുള്ള പ്രൊഡക്റ്റുകൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം 16 PV പർച്ചേസ് ചെയ്യാം. നമ്മുടെ സ്ലാബ് അനുസരിച്ചിട്ടാണത്. സ്ലാബ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ 16 PV പ്രൊഡക്റ്റും ഒരു ദിവസം തന്നെ വാങ്ങണമെന്നില്ല, ഒറ്റയടിക്ക് 16 PV പർച്ചേസ് ചെയ്യണമെന്നില്ല. ഞാൻ ഇന്ന് പോയിട്ട് ഒരു നെയ്യ് വാങ്ങിച്ചു, അപ്പൊ എത്ര PV ആയി അവിടെ? 4 PV ആയി അല്ലെ. ഇത് ഇവിടെ ഒരു PV കാണിച്ചിരിക്കും. 1 PV പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് വാങ്ങിയത്, ഇന്ന് വാങ്ങിച്ചു. അടുത്ത ദിവസം വേറെ 2 ദിവസം കഴിയുമ്പോൾ വേറെ 1 PV പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അങ്ങനെ ഓരോ പാട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. 1 PV ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങൾ 2 PV, 3 PV, 5 PV, 4 PV എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ID ആക്ടിവേറ്റ് ചെയ്ത ഡേറ്റ് ആണ് നമ്മുടെ പർച്ചേസ് ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് മന്ത്ലി ആക്കിയാൽ വരുമാനം എല്ലാവർക്കും കൂടെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ, അതറിയാലോ എല്ലാവർക്കും അല്ലെ. അതുകൊണ്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത ID ദിവസമാണ് നമ്മുടെ റീപർച്ചേസ് ദിവസം. എന്റെ ID ആക്ടിവേറ്റ് ചെയ്തത് 23-ാം തീയതിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, 23-ാം തീയതി ആകുമ്പോൾ എന്റെ 16 PV ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. അത് വേണമെങ്കിൽ 1-ാം തീയതി 1 PV മേടിക്കാം, 2-ാം തീയതി 2 മേടിക്കാം, 5-ാം തീയതി മേടിക്കാം 1 PV, 3-ാം തീയതി 2 PV മേടിക്കാം, 5-ാം തീയതി 3 PV മേടിക്കാം. ഇങ്ങനെ പാട്ടായിട്ട് വാങ്ങിയിട്ട് എന്റെ ആ ഡേറ്റ് എപ്പോഴാണോ ആ ഡേറ്റ് ആവുന്ന ദിവസം, അതിന്റെ തലേ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ആ ഡേറ്റ് ആവുക 30 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ ടാർഗറ്റ് കംപ്ലീറ്റ്. വലിയ ടാർഗറ്റ് ഒന്നും ഇല്ല കേട്ടോ, ആരും പേടിക്കണ്ട, ചെറിയ ടാർഗറ്റേ ഉള്ളൂ. 50 ലക്ഷത്തിൽ മുകളിൽ വരുമാനം കിട്ടിയ ആളുകൾക്ക് വരുന്നത് 16 ആണ്. 16 PV പ്രൊഡക്റ്റ് വാങ്ങിക്കണം. ബാക്കിയുള്ള ടാർഗറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പാട്ടായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും, ഒരുമിച്ച് വാങ്ങണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ. 50,000 രൂപ വരെ വരുമാനം കിട്ടിയ ആളുകൾക്ക് 2 PV പർച്ചേസ് നടത്തിയാൽ മതി.
2 PV. നെയ്യ് വാങ്ങണമെങ്കിൽ 4 PV ഉണ്ട് കേട്ടോ. ആ, ഒരു നെയ്യ് വാങ്ങുകയാണെങ്കിൽ 4 PV ഉണ്ട്. ഒരു ജീവക്തം വാങ്ങുകയാണെങ്കിൽ 4 PV ഉണ്ട്. അപ്പൊ അറിയാലോ 2 PV 50,000 നിങ്ങളുടെ പാൻ കാർഡ് ഇൻകം 50,000 രൂപ വരെ കിട്ടിയ ആളുകൾ 2 PV പർച്ചേസ്. ഇനി ഇത് നടത്തിയില്ല, ഒന്നും വാങ്ങുന്നില്ല. ചില പറഞ്ഞു എനിക്ക് റീപർച്ചേസേ വേണ്ട. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല ഇവിടെ കേട്ടാ, ഒരു പ്രശ്നമില്ല. എന്ത് കിട്ടില്ല? റീപർച്ചേസ് ഇൻകം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ഇൻകമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ആരും കൺഫ്യൂഷൻ ഉണ്ടാകും. നാളെ പറയും അവിടെ റീപർച്ചേസ് തുടങ്ങിയിട്ടുണ്ട്, റീപർച്ചേസ് മേടിച്ചിട്ടില്ലെങ്കിൽ മറ്റേ ഇൻകം എല്ലാം ബ്ലോക്ക് ആവും, നിങ്ങൾക്ക് ഒരു പൈസ കിട്ടാൻ വേണ്ടി പോണില്ല. ഇങ്ങനെയൊക്കെ പ്രൊപ്പഗൻഡകൾ എന്തൊക്കെയാണ് വേണ്ടത്? കുരുടന് ആനയെ കണ്ട കണക്കെയാണ് ഇവിടെ പറഞ്ഞു നടക്കുന്നത് പലതും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങൾ റീപർച്ചേസ് നടത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ ഇൻകം ഒന്നും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് ഞാൻ പറയുന്ന ഇൻകം കിട്ടില്ല, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ക്ലിയർ? ഓക്കെ. അപ്പൊ പാൻ കാർഡിൽ 50,000 രൂപ വരെ കിട്ടിയ ആളുകൾക്ക് റീപർച്ചേസ് ചെയ്യേണ്ട ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് 2 PV. പിന്നെയോ 3 ലക്ഷം, 50 കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ വരെ, 50,000 മുതൽ 3 ലക്ഷം രൂപ വരെ, അതിന്റെ ഇടയിലുള്ള ലീഡേഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് എത്ര PV ആണ്? 4 PV പ്രൊഡക്റ്റ്. 4 PV പ്രൊഡക്റ്റ്. 3 ലക്ഷം മുതൽ 15 ലക്ഷം വരെ, 15 ലക്ഷം വരെയുള്ള ലീഡേഴ്സ് പർച്ചേസ് ചെയ്യേണ്ട 6 PV ആണ്. 6 PV ഒരു പ്രൊഡക്റ്റ് ഒരു മാസം വാങ്ങിച്ചാൽ മതി. അടുത്തത് 15 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ലീഡേഴ്സിന്റെ ടാർഗറ്റ് വരുന്നത് 8 PV ആണ്. 8 PV. അപ്പൊ നിങ്ങൾ ഏത് സ്ലാബിലാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പാൻ കാർഡ് ഇൻകം നോക്കിയാൽ മതി. 50 ലക്ഷത്തിൽ മുകളിലുള്ള ലീഡേഴ്സ് ഹോസ്റ്റുകൾ ഉണ്ടല്ലോ, പ്ലീസ് ഒന്നത് മ്യൂട്ട് ചെയ്യണേ. അഭിലാഷ് സാറേ. തുടങ്ങിക്കോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെറിയൊരു ടാർഗറ്റ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. 50,000 രൂപ വരെ കിട്ടിയ ആളുകൾ 2 PV, 50,000 മുതൽ 3 ലക്ഷം വരെയുള്ള ആളുകൾക്ക് വരുന്നത് 4 PV, 50,000 മുതൽ 15 ലക്ഷം വരെയുള്ള ലീഡേഴ്സിന് വരുന്നത് 8 PV, 15 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ലീഡേഴ്സിന് വരുന്നത് 6 PV ആണ്. മറ്റേത് 6 PV ആണ്. 15 ലക്ഷം വരെ 6 PV, 50 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വരുന്നവർക്ക് 8 PV, 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് 16 PV. ഇതാണ് അതിന്റെ സ്ലാബിങ്. ഇതിന്റെ എല്ലാം പിക്ക് വരും, ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. സമയമുണ്ട്, തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ആരും അമ്പലത്തിൽ പോയിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അതായത് നമുക്ക് ഡെയിലി ഓരോ പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് സിംഗിൾ പ്രൊഡക്റ്റ് ആണ് ഇതിനകത്ത് വരിക. ഇതിനകത്ത് ഒരു മാട്രസ് പാഡിന്റെ സെറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു പില്ലോ പാഡ് വേണമെങ്കിൽ നമുക്ക് കിട്ടും, ഒരു റിസ്റ്റ് ബാൻഡ് വേണമെങ്കിൽ കിട്ടും, ഒരു മാട്രസ് പാഡ് വേണമെങ്കിൽ കിട്ടും, വാട്ടർ എനർജി പാഡ് വേണമെങ്കിൽ കിട്ടും. അങ്ങനെ സിംഗിൾ പ്രൊഡക്റ്റുകൾ നമ്മളെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. എല്ലാം തന്നെ സിംഗിൾ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മുടെ റീപർച്ചേസ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് അതായത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ ആക്റ്റീവ് ഡേറ്റ്, അത് നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ വേണ്ടി സാധിക്കും. ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളെ രജിസ്ട്രേഷൻ ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കും, ആക്ടിവേറ്റ് ചെയ്ത ഡേറ്റും കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് ഒരു ഡേറ്റ് ഇവിടെ സാറ് കാണിച്ചിട്ടുണ്ട്. 28-ാം തീയതി ആക്ടിവേറ്റ് ചെയ്ത ഒരു ഐഡിയ ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? 28-ാം തീയതിക്ക് മുമ്പായിട്ട് അദ്ദേഹത്തിന് 16 PV അല്ലെങ്കിൽ 8 PV ആണ് വാങ്ങേണ്ടത്. 2, 2, 1, 2, 1 ഇങ്ങനെ 8 PV ആ 28-ാം തീയതി രാത്രിയത്തെ കട്ട് ഓഫിന് മുമ്പായിട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്തു സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു സൈഡിൽ ചിലപ്പോൾ കൂടുതൽ പവർ ലെഗിൽ കുറെ ആളുകൾ പർച്ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ 79, 80, 90 PV ഒക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 30, 40 PV അവിടെ ഒരു സൈഡിൽ വന്ന് കിടക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ ചിലപ്പോൾ 5, 6 PV കാണുള്ളൂ. കാരണം മണി സൈഡിൽ ബിസിനസ് കയറി വരണമല്ലോ. അപ്പൊ നമ്മുടെ ഡേറ്റിന് നമ്മൾ റീപർച്ചേസ് നടത്തിയില്ല എങ്കിൽ ഈ 2 സൈഡും ഫ്ലഷ് ഔട്ട് ആകും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾക്ക് ഈ ഇൻകം കിട്ടണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഈ ഇൻകം കിട്ടണമെങ്കിൽ നമ്മുടെ ആക്ടിവേറ്റ് ചെയ്ത ഡേറ്റ് ആണ് നമ്മുടെ റീപർച്ചേസ് ഡേറ്റ് എന്ന് പറയുന്നത്.
എല്ലാവർക്കും മനസ്സിലാക്കാനാണ് വീണ്ടും ആവർത്തിക്കുന്നത്. നിങ്ങളുടെ ആക്ടിവേറ്റ് ഡേറ്റ് നിങ്ങളുടെ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ആ ഡേറ്റിന്റെ അന്ന് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ റീപർച്ചേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 8 PV ആണ് 8 PV പല തവണയായിട്ട് വാങ്ങാം. 6 PV ആണ് 6 PV, 4 PV ആണ് 4, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി അത് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോത്ത് സൈഡിലുള്ള ടീം ലീഡേഴ്സ് പർച്ചേസ് ചെയ്ത PVകൾ അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആ ക്യാരി ഫോർവേഡ് ചെയ്ത ബോത്ത് സൈഡിലുള്ള PV എന്താവും? 0 ആയിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും അതാത് ദിവസത്തിന് തലേ ദിവസവും തന്നെ എന്ത് ചെയ്യുക? അന്നത്തെ ദിവസം അടിച്ചിട്ട് ചിലപ്പോൾ പിന്നെ കിട്ടിയില്ല എന്ന് വരും. കാരണം ടെക്നിക്കൽ എറേഴ്സ് ഒത്തിരി സംഭവിക്കും. സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദിവസം കാത്തിരിക്കാതെ 28-ാം തീയതി ഉള്ളവർ 27-ാം തീയതി തന്നെ ചെയ്യാം. ഇപ്പൊ 28-ാം തീയതിയാണ് എന്റേത് ഈ മാസമെങ്കിൽ അടുത്ത മാസം ആകുമ്പോൾ അത് 28 എന്നുള്ളത് 27ലേക്ക് മാറും. കാരണം അത് 30 ഡേയ്സിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ വരുന്നത്. 30 ഡേയ്സ്. കാരണം ഫെബ്രുവരിയിലൊക്കെ 28 ദിവസമേ ഉള്ളൂ അല്ലെ. അപ്പൊ അന്ന് 29-ാം തീയതി 30-ാം തീയതി 39-ാം തീയതി ഒക്കെ 31-ാം തീയതി ഒക്കെ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത മാസം നമ്മുടെ 27-ാം തീയതി ആവും. പിറ്റത്തെ മാസം നമ്മുടെ 26-ാം തീയതി ആവും. ഇത് എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഡാഷ്ബോർഡിൽ അവിടെ ബ്ലിങ്ക് ചെയ്ത് വരും. നിങ്ങളുടെ റീപർച്ചേസിന്റെ ഡേറ്റ് ഇന്നതാണെന്ന് അവിടെ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കത് ശ്രദ്ധിച്ച് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ നമ്മള് ജീനിയസ് വിന്നർ ടീമിലൂടെയാണ് ബിസിനസ് പോകുന്നത്. ഇപ്പൊ ജീനിയസ് ടീമിൽ കുറെ ആളുകൾ വന്നിട്ട് 2 PV 3 PV 1 PV ഇങ്ങനെ പർച്ചേസ് ചെയ്തു അല്ലെ. ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വന്നപ്പോ നമുക്ക് 79 PV ആണ് അവിടെ മാക്സിമം വേണ്ടതുള്ളൂ. മാക്സിമം ആൻഡ് മിനിമം. മാക്സിമം മിനിമം എന്ന് പറഞ്ഞിട്ടായിരിക്കും സംശയം വേണ്ട. മാക്സിമം നമുക്ക് 79 PV, മിനിമം എത്ര വേണം? 79 PV ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ വരുമാനം നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ 79 വൺ സൈഡിലും മറ്റേ സൈഡിലും അതാണ് മാക്സിമം മിനിമം എന്ന് പറഞ്ഞത്. സെയിം തന്നെയാണത്. ഈ ഒരു വൺ സൈഡ് പവറായിട്ട് പോവുകയാണ്. അപ്പൊ അവിടുന്ന് 79 എടുക്കും, ഇപ്പുറത്തുനിന്നും 79 എടുക്കും. 79 മാച്ച് ആവും. നമുക്ക് 18,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. ബാക്കി ബോത്ത് സൈഡും എന്താവും? ഫ്ലഷ് ഔട്ട് ആവും. ഇതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അതായത് 78 PV വന്നു. ഒരു സൈഡിൽ 78 വന്നു, മറ്റേ സൈഡിൽ 78 വന്നു. ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് വരില്ല? പേയ്മെന്റ് ക്രെഡിറ്റ് ആവില്ല. എപ്പോഴാണോ 79 ആകുന്നത് അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. എപ്പോഴാണ് 79 ചിലപ്പോൾ ഇവിടെ 79 ആകുമ്പോൾ അവിടെ ചിലപ്പോൾ 90 ആകാം അല്ലെ, ചിലപ്പോൾ 100 ആകാം. അപ്പൊ നമുക്ക് 79 മാച്ചായി 79ന്റെ 18,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ബാക്കി രണ്ട് സൈഡും ഫ്ലഷ് ഔട്ട് ആവും. വീണ്ടും അവിടെ 0 എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. എവരി 12 hours മിനിമം ആൻഡ് മാക്സിമം എന്ന് പറഞ്ഞാൽ മിനിമം മാക്സിമം എന്ന് മനസ്സിലായല്ലോ. അത് 79 PV വേണ്ടതുള്ളൂ. അതിൽ കുറഞ്ഞ് ഇപ്പൊ 50 PV വന്നു, അപ്പുറത്ത് 79 വന്നു. അത് 50 79 കൂടി മാച്ച് ചെയ്തിട്ട് കാശിങ് തന്നേന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. ക്ലിയർ ആയില്ലേ? 79 എപ്പോഴാണോ മാച്ച് ആകുന്നത് അപ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരുന്നത്. ഇപ്പൊ 18,000 രൂപ 12 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് 12,000 രൂപ കിട്ടും അല്ലെ. അപ്പൊ ഒരു ദിവസം നമുക്ക് 2 കട്ട് ഓഫ് ഉണ്ടാകും. അപ്പൊ 36,000 രൂപ കിട്ടും. ഒരു മാസത്തെ കണക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 30 ഡേയ്സ് നമുക്ക് 10,80,000 രൂപ കിട്ടും. ഒരു വർഷം ഇൻറ്റു 365 ഡേയ്സ് 1,31,00,000 രൂപ നമുക്ക് കിട്ടും. പ്ലസ് 12 ഫോറിൻ ട്രിപ്പ് ആൻഡ് അവാർഡ്, റിവാർഡ്, ഗിഫ്റ്റ്, ഡെസിഗ്നേഷൻ മുതലായ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഫോറിൻ ട്രിപ്പുകൾ കൂടി ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നെക്സ്റ്റ്. അത് ഒന്നും കൂടെ അത് തന്നെ ഇവിടെ കാണിച്ചിരിക്കുകയാണ് സാറ്. 500 MPV, ഇപ്പുറത്ത് 90 MPV അല്ലെ, 90 PV. 500 PV ഒരു സൈഡിൽ വന്നു, 90 PV ഒരു സൈഡിൽ വന്നു. രണ്ടും മാച്ച് ആവും. നമുക്ക് 18,000 രൂപ കിട്ടും. ബാക്കി രണ്ടും ഫ്ലഷ് ഔട്ട് ആവും. നോ ക്യാരി ഫോർവേഡ്. ഇത് ഞാൻ നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. എപ്പോഴാണോ 79 മാച്ച് ആകുന്നത് അപ്പൊ 18,000 രൂപ വരും. ബോത്ത് സൈഡിൽ നിന്ന് രണ്ട് സൈഡും 0 ആകും. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഫോറിൻ ട്രിപ്പിലേക്കാണ് ഞാൻ വരുന്നത്. ഫോറിൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 4,740 PV മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോറിൻ ട്രിപ്പ് അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. 4,740 MPV ആണ് ടോട്ടലാണ്. അതായത് ഒരു കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന 79 PV ആണെന്ന് പറഞ്ഞു. 79 കൂട്ടുമ്പോൾ 158 MPV. 158 MPV ഒരു കട്ട് ഓഫിൽ വരും. 79ന്റെ പിടിച്ചു, ഒരു സൈഡ് പിടിക്കും.
അപ്പോൾ 79 MBV. അടുത്ത കട്ട് ഓഫിൽ എത്ര വരും? 79 MBV വരും അല്ലേ? ഇപ്പൊ 79 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം 2 കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ ഒരു മാസം 60 കട്ട് ഓഫ് ഉണ്ട്. 60 കട്ട് ഓഫ് ഇൻറ്റു 79 ഇൻറ്റു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും 4740 MBV നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു കട്ട് ഓഫിൽ 79 അപ്പൊ 158 അടുത്തത് 158 അല്ലേ? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം 2 കട്ട് ഓഫ് ഉണ്ട്. അങ്ങനെ ഒരു മാസം 60 കട്ട് ഓഫ് ഉണ്ട്. 60 കട്ട് ഓഫ് അല്ലെ? 60 കട്ട് ഓഫ്. 60 ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും 4740 MBV മാച്ച് ആയിട്ടുണ്ടാവും. ബോത്ത് സൈഡും കൂടി ടോട്ടൽ കാൽക്കുലേഷൻ ആണ് പറയുന്നത്. അങ്ങനെ 4740 MBV എപ്പോഴാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തായ്ലൻഡ് ട്രിപ്പാണ്. അത് 5 ഡേയ്സിന്റെ ട്രിപ്പാണ്. സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി ആണ്. നമുക്ക് തികച്ചും സൗജന്യമാണ് തായ്ലൻഡ് ട്രിപ്പ്. ഓക്കെ. ഇപ്പൊ നേരത്തെ ഒരു തായ്ലൻഡ് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അച്ചീവ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കും. അവർക്ക് പോകാനുള്ള ഡേറ്റ് അനൗൺസ് ചെയ്യും. അവർക്ക് അത് അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഓൾറെഡി നമുക്ക് നിലവിലുള്ളതാണ്. അത് അവിടെ കഴിഞ്ഞു. അത് അച്ചീവ് ചെയ്ത ആളുകൾക്കാണ് ആ ഫെസിലിറ്റി കിട്ടുക. അത് അടുത്ത ദിവസം തന്നെ അതിന്റെ ലിസ്റ്റ് വരും. ഓക്കെ. അപ്പൊ ഇവിടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് നേടാം അല്ലെ? 60 കട്ട് ഓഫ് മതി. 60 കട്ട് ഓഫ് 60 മാസം കൊണ്ട് നേടാം അല്ലെ? 60 ആഴ്ച കൊണ്ട് നേടാം. അത് നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട്, ടീമിൽ നടക്കുന്ന ബിസിനസ് വോളിയത്തിനനുസരിച്ചിട്ട് ഈ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഹ്യൂജ് ടീമൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ 60 ദിവസം കൊണ്ട് നേടാം. അല്ല, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഇതിന് ഒരു ടൈം ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നോ ടൈം ലിമിറ്റ്. അതാണ് ബയോടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് യാതൊരു ടൈം ലിമിറ്റും ഉണ്ടാവില്ല. എപ്പോഴാണോ ഇതാകുന്നത് ആ സമയത്ത് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഒരു ട്രിപ്പ് എല്ലാവർക്കും അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഉറപ്പാണ്. ക്ലിയർ? ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രിപ്പ് വരുന്നത് എന്താണ്? വീണ്ടും ഒരു 4740 കൂടെ വരുമ്പോൾ ആദ്യത്തേത് 0 ആകുമല്ലോ. അപ്പോൾ വീണ്ടും ഒരു 4740 വരുമ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടും. വിയറ്റ്നാമിലേക്കുള്ളതാണ് അടുത്ത ട്രിപ്പ്. വീണ്ടും അടുത്ത ട്രിപ്പ് 4740 താഷ്കെൻഡിലേക്കാണ്. അടുത്തത് ദുബായ് ട്രിപ്പാണ്. അടുത്തത് സിംഗപ്പൂർ ട്രിപ്പാണ്. അടുത്തത് മലേഷ്യ ട്രിപ്പാണ്. ഇങ്ങനെ ഒരു വർഷം നമുക്ക് ഇത് 6 ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിലും ഒരു വർഷം 12 ട്രിപ്പ് വരെ നമുക്ക് ഓരോ മാസവും ഓരോ ഫോറിൻ ട്രിപ്പ് നേടാൻ വേണ്ടി സാധിക്കും. ഓരോ മാസവും നമുക്ക് 4740 MBV മാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ, ഇതൊന്നും നാളെ സുപ്രഭാതത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. 1 by 1 ആയിട്ട് അല്ലേ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലാനാണ്. ഫോറിൻ ട്രിപ്പ് തികച്ചും സൗജന്യമായിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇതാണ് കമ്പനി ക്ലബ്ബ് ടേൺ ഓവർ ബോണസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോറിൻ ട്രിപ്പുകളെ കൊണ്ടുവന്നത്. ഓരോ സ്ഥലങ്ങളെ കുറിച്ച് സാറ് കാണിച്ചാണ്. 12 ട്രിപ്പാണ് ഒരു വർഷം നമുക്ക് അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതിലൊരു എക്സ്ട്രാ പിക്കും കൂടി ഇതിനകത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് 2 കട്ട് ഓഫ് ഒരു ദിവസം ഉണ്ട്. അപ്പൊ ഒരു മാസം 60 കട്ട് ഓഫ് വരും. 60 കട്ട് ഓഫിൽ 79 MBV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 57,670 MBV വരും. അപ്പോൾ 4740 വരും ഒരു മാസം. ഇപ്പൊ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കാൽക്കുലേഷൻ പോവുകയാണെങ്കിൽ 12 ഫോറിൻ ട്രിപ്സ് 1 ഇയറിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ മാസവും ഓരോ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലത്തെ ഒരു പ്ലാനാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. എപ്പോഴാണോ നമ്മൾ ആദ്യത്തെ 4740 PV ആകുന്നത്, നോ ടൈം ലിമിറ്റ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അവൈൽ ചെയ്യാം. ചിലപ്പോൾ ഒരു വർഷം കൊണ്ടാവാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ 1.5 വർഷം എടുക്കാം, 2 വർഷം എടുക്കാം. എപ്പോഴായാലും നമുക്കത് അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ സ്ലാബിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ലാബ് അനുസരിച്ചാണ് നമ്മൾ റീപർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇത് ഫ്ലഷ് ഔട്ട് ആവുന്നതാണ്. ഓരോ ദിവസങ്ങളുണ്ടാവും. 11:58 അതിന്റെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത്. അത് ഓരോ ദിവസം സാർ വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഉച്ചക്ക് 12 മണിക്കും രാത്രി 12 മണിക്കുമാണ് നമ്മുടെ ഇതിന്റെ കട്ട് ഓഫ് വരുന്നത്. മദർ പ്ലാന്റെ കട്ട് ഓഫ് വരുന്ന എല്ലാവർക്കും അറിയാം, രാവിലെ 5 മണിക്കും വൈകിട്ട് 5 മണിക്കുമാണ് അല്ലെ? ഇപ്പൊ 12 മണി എന്ന് പറയുമ്പോൾ 11:58 തന്നെ സോഫ്റ്റ്വെയർ അത് ബ്ലോക്ക് ചെയ്യും. 11:58. അതിന് മുമ്പായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നിമിഷത്തിൽ ഓടിപ്പിടിച്ച് വന്നിട്ട് ചെയ്യരുത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബോത്ത് സൈഡും ഫ്ലഷ് ഔട്ട് ആയി പോകും. അതെല്ലാവരും ശ്രദ്ധിക്കുക. തലേ ദിവസം തന്നെ അവരവരുടെ ഐഡിയിലേക്ക് വേണ്ടുന്ന റീപർച്ചേസുകൾ കൃത്യമായി ചെയ്തു വെക്കുക. ഇല്ലെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ആവും. ഓക്കെ. അത് സെയിം തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ്
റീപർച്ചേസ് ഓൺ ടൈം ബെനിഫിറ്റ്സ് ഓൾ ദ ടൈം. അതായത് റീപർച്ചേസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ റെഗുലർ ആയിട്ട് ഒരു പ്രോസസ് എന്നുള്ള രീതിയിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് 2 കട്ട് ഓഫിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. 30 ഡേയ്സ് ക്യാരി ഫോർവേഡ് ഉണ്ടാകും. അതായത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ റീപർച്ചേസ് ഡേറ്റ് എപ്പോഴാണോ അതുവരെ നമുക്ക് ബോത്ത് സൈഡും ക്യാരി ഫോർവേഡ് ആയിട്ട് ഉണ്ടാവും. റീപർച്ചേസ് ഡേറ്റ് വരെ സ്പീഡിൽ പോയിരുന്ന ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവര് 79 ആകുമ്പോൾ അത് ഫ്ലഷ് ഔട്ട് ആവും, അടുത്തത് വരും, അത് ഫ്ലഷ് ഔട്ട് അടുത്ത് വരും. നമ്മൾ ആ ഡേറ്റിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാം, റീപർച്ചേസ് ചെയ്താൽ മതി, നമ്മൾ റീപർച്ചേസ് ഡേറ്റിനനുസരിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു PVക്ക് നമുക്ക് 40 രൂപയാണ് ഫസ്റ്റ് പർച്ചേസിലും ബില്ലിംഗിൽ റീപർച്ചേസിലും കിട്ടുന്നത്. 40 രൂപ ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 40 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിന് കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്, അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്. ഇവിടെ നമുക്ക് ഒരു PVക്ക് 228 രൂപയാണ് വരുന്നത്. 79 PV മാച്ച് ചെയ്യുമ്പോൾ 18,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. 18,000 രൂപ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഒരു PVക്ക് 228 രൂപയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കിട്ടുന്നത് വെച്ചാൽ ഹ്യൂജ് റീപർച്ചേസ് ടേൺ ഓവർ ജനറേറ്റഡ് ബൈ ദ ടീം കമ്മ്യൂണിറ്റി. നമ്മൾ ടീം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആ റീപർച്ചേസിന്റെ ഒരു പേഴ്സൻറ്റേജ് കമ്പനി ക്ലബിൽ ടേൺ ഓവർ ബോണസിന്റെ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് നമുക്ക് തരുന്നത് കൊണ്ടാണ് ഒരു PVക്ക് 228 രൂപയുടെ കാൽക്കുലേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഒരു PVക്ക് 228 രൂപ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു PVക്ക് ഇവിടെ കിട്ടുന്നത് 228 രൂപയാണ്. ആലോചിച്ച് നോക്കണം, നമ്മൾ 40 രൂപ എന്നുള്ളത് 228 രൂപയായിട്ട് മാറിയിട്ടുണ്ട് റീപർച്ചേസ് ചെയ്യുമ്പോൾ. ഇപ്പൊ റീപർച്ചേസിന്റെ പ്രാധാന്യം എത്ര മാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. സെയിം പ്രൊഡക്റ്റ് സെയിം പ്രൈസ് തന്നെ ആയിരിക്കും ഇവിടെ. അവിടെ ഫസ്റ്റ് പർച്ചേസിൽ വില കൂടുതലും ഇവിടെ വില കുറവും ഉണ്ടാവില്ല. അവിടുത്തെ പ്രൈസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ, അതായത് കമ്പനി ക്ലബ്ബ് റീപർച്ചേസ് ടേൺ ഓവർ ബോണസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമുക്ക് തരുന്നത്. അപ്പോൾ 40 രൂപയിൽ നിന്നും 228 രൂപയിലേക്ക് മാറുകയാണ്. ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇതിലൂടെ നേടാൻ പറ്റി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആമുഖമായിട്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റീപർച്ചേസ് ഡേറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ID ആക്ടിവേറ്റ് ചെയ്ത ഡേറ്റ് ആണ് നമ്മുടെ റീപർച്ചേസ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണിക്കാം, U എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് സെന്ററിൽ അല്ലെ. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ഡേറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് 8 PV ആണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ 8 PV അദ്ദേഹം പർച്ചേസ് ചെയ്തു. അദ്ദേഹത്തിന് വീണ്ടും പല ഓർഡറുകൾ ഉണ്ട്. റീറ്റെയിൽ ചെയ്യുമ്പോൾ ഓർഡറുകൾ ഉണ്ടാവും. നമ്മളൊരു 10 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേർക്ക് നമ്മൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഗീർ പശുവിന്റെ നെയ്യ് നിങ്ങൾ 10 കസ്റ്റമർക്ക് കൊടുക്കും അല്ലെ. 2 എണ്ണം വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ടാർഗറ്റ് ആയി 8 PV ആയി. നിങ്ങൾക്ക് 10 കസ്റ്റമർ ഉണ്ട്. അപ്പം 10 കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ എത്രയാവും? 40 PV ആവും. ശരിയല്ലേ? വെറും 10 കസ്റ്റമർ നിങ്ങൾക്ക് റെഗുലറും എല്ലാ മാസവും ഉണ്ട്. നിങ്ങളുടെ IDയിൽ 8 മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി വരുന്ന 32 PVയും കൂടി ഉണ്ട്. അത് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? അത് നമുക്ക് സ്പില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്പില്ല് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബോട്ടത്തിലെ ചെന്ന് വീഴുക. നമുക്ക് ആളെ പോലും അറിയുന്നുണ്ടാവില്ല. എത്രാമത്തെ ലെവലായാലും 100-ാമത്തെയോ 1000-ാമത്തെയോ 10,000-ാമത്തെയോ 1,00,000-ാമത്തെ ലെവലിലാണെങ്കിൽ പോലും അവിടെ ഏറ്റവും, അതാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഏറ്റവും ബോട്ടം ലെവലിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ ചെന്ന് വീഴും. ഒരു 4 PVയും കൂടെ പഠിച്ചു, നിങ്ങളൊരു 100 ഒരു നെയ്യ് കൊണ്ട് കൊടുക്കും. അപ്പൊ അവിടെ ചെന്ന് വീഴും. വീണ്ടും ഒന്നും കൂടെ നിങ്ങൾ വാങ്ങിച്ചാൽ വീണ്ടും അങ്ങ് എക്സ്ട്രീം ലെഫ്റ്റ് പോകും, അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റിലേക്ക് പോകും. ഇങ്ങനെ വരുമ്പോൾ ആ എക്സ്ട്രീം ലെഫ്റ്റ് പോകുമ്പോൾ ആ 4 PV എന്ത് ചെയ്യും? എല്ലാവർക്കും മുകളിലേക്ക് കാണിക്കും, കംപ്ലീറ്റ് ആളുകൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരൊന്ന് ഉണരും ഇല്ലേ. അവർ നോക്കുമ്പോൾ അവരുടെ ഒരു വിങ്ങില് 4 PV കയറി കിടപ്പുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവരൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും, എന്നിട്ടോ അവരത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മറു വിങ്ങിലേക്കും അത് പ്രൊമോട്ട് ചെയ്യും അല്ലെ. ജീനിയസും വിന്നറിലും പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും എന്താവും? ഇതിനകത്ത് ആക്റ്റീവ് ആകാൻ വേണ്ടി തുടങ്ങുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വീണ്ടും അടുത്ത ലീഡർ എടുക്കുന്ന അടുത്ത സ്പില്ല് വരും, അടുത്ത ലീഡർ എടുക്കുന്ന അടുത്ത സ്പില്ല് വരും. അങ്ങനെ സ്പില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, താഴോട്ട്. അപ്പൊ സ്പില്ലുകൾ വരുമ്പോൾ എല്ലാവരും അവരുടെ സൈഡിൽ ഇങ്ങനെ PV അക്യുമുലേറ്റ് ചെയ്ത് കാണുമ്പോൾ സ്വയമായിട്ട് അവർക്ക് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓരോരുത്തരും റീപർച്ചേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും റീപർച്ചേസിലേക്ക് വരും. അങ്ങനെ ഓരോരുത്തരും റീപർച്ചേസ് നടക്കുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു സിസ്റ്റം, അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. യഥാർത്ഥ ഒരു ടീം വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്ലൈൻ ഡൗൺലൈനും ഡൗൺലൈൻ അപ്ലൈനും ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്ന ഒരു റീപർച്ചേസ് പ്ലാൻ ആണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്.
അത് തന്നെയാണ് ഒന്നും കൂടി ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ലൈൻ ഇട്ടിട്ടുണ്ടില്ലേ? ആ ലൈനിൽ ഇങ്ങനെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ഓരോരുത്തരും അവരുടെ പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ടാർഗറ്റ് ഉണ്ടാവും. 8 PV കഴിഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് ഇല്ലേ ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 കസ്റ്റമർക്ക് അൾട്രാബറി കൊടുക്കണം, 10 കസ്റ്റമർക്ക് ഇത് കൊടുക്കണം. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ബില്ല് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഏറ്റവും ബോട്ടത്തിൽ ഇത് ചെന്ന് പ്ലേസ് ആകുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മൾ അറിയാതെ തന്നെ ഒരു PV റീപർച്ചേസിലൂടെ അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇതിന്റെ എല്ലാം PPT വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്. allowed and not considered automatic by the system. അതായത് നമുക്കൊരു പ്രത്യേക ഭാഗത്തേക്ക് ഇപ്പൊ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞു അത് ഇന്നറിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുക എന്റെ ബന്ധുവിന്റെ ID അവിടെയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ID ഇന്നറിലാണ് ഉള്ളത്, അവർക്കത് കൊടുക്കുക എന്ന് വിചാരിച്ചാൽ അങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഏറ്റവും ടോപ്പിൽ നിന്ന് പ്ലേസ് ചെയ്യുമ്പോൾ എക്സ്ട്രീം ലെഫ്റ്റും എക്സ്ട്രീം റൈറ്റും മാത്രമാണ് അത് ചെന്ന് വീഴുള്ളൂ, അല്ലാതെ ഇന്നറിലേക്ക് നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ഇൻസൈഡിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സാധാരണ എല്ലാ കമ്പനികളുടെയും റീപർച്ചേസ് ഇൻകം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. എല്ലാവർക്കും അറിയാം അല്ലെ? 30-ാം തീയതി ആയിരിക്കും മിക്കവാറും എല്ലാ കമ്പനിയുടെയും ക്ലോസിങ്. എന്നിട്ട് നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ 5-ാം തീയതിയോ 6-ാം തീയതിയോ 4-ാം തീയതിയോ അവരുടെ ഇതനുസരിച്ചിട്ട് അവർ ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഇൻകം വരുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീപർച്ചേസ് ഇൻകം ഇപ്പൊ നമ്മുടെ നിലവിലുള്ള അതേ രീതിയിൽ 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മുടെ ഇൻകം ക്രെഡിറ്റ് ആവുന്നുള്ള ഇൻകം പോലും ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ്, പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാറ് കണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണത് അല്ലെ? ഈച്ച് സ്റ്റേറ്റിന് 5 to 10 പ്രൊഡക്ട്സ്. ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ പ്രത്യേകതയുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. ഇപ്പൊ തവിടെണ്ണ ഇപ്പൊ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പല കമ്പനികളും ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണ്, ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ അത് കിട്ടുന്ന സ്റ്റേറ്റിൽ നിന്ന് അത് എടുക്കുക. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഇന്നലെ അവിടെ സംസാരിക്കുന്നുണ്ട്. കാശ്മീരിൽ നിന്ന് അല്ലെ, കാശ്മീർ മുളക് പൊടികൾ എല്ലാവർക്കും അറിയാം, അവിടുത്തെ പ്രത്യേകത അറിയാം എല്ലാവർക്കും, ചില്ലി പൗഡറുകളുടെ. അപ്പൊ അവരവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അത് മാനുഫാക്ചർ ചെയ്യുന്നവരെ ഡയറക്റ്റ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യിച്ചാൽ സാർ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോരോ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 5 to 10 പ്രൊഡക്ട്സ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ സ്റ്റേറ്റിൻ്റെതായ പ്രത്യേകതകളുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് മോർ ദാൻ 100 പ്രൊഡക്ട്സ് ഡെയിലി യൂസിനുള്ള പല പല പ്രൊഡക്ട്സുകളും ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ആ പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല പ്രൊഡക്ട്സുകൾ നമുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആസ് പെർ ദ ഫസ്റ്റ് പർച്ചേസ് ആൻഡ് ബില്ലിംഗിലി റീപർച്ചേസ് സ്റ്റാൻഡേർഡ് PV ഈക്വൽ ടു 40 rupees അല്ലെ? 40 into 79 എന്ന് പറഞ്ഞാൽ 3160 രൂപയെ നമുക്ക് യഥാർത്ഥത്തിൽ തരേണ്ടതുള്ളൂ. ഇപ്പൊ നിലവിലുള്ള പ്ലാൻ അനുസരിച്ചാണെങ്കിൽ 79 PV മാച്ച് ചെയ്യുമ്പോൾ ഒരു PVക്ക് 40 രൂപ വെച്ചാണെങ്കിൽ നമുക്ക് 3160 രൂപയാണ് ആക്ച്വൽ തരേണ്ടതുള്ളൂ റീപർച്ചേസിൽ. അതിന് പകരം നമുക്ക് കിട്ടുന്നത് 18,000 രൂപയാണ്. അതായത് 228 40 എന്നുള്ളതിന് പകരം 228 അല്ലെ, 228 രൂപയാണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ആ സ്ലാബ് ഇതുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ 3160 രൂപ തരേണ്ട സ്ഥാനത്ത് നമുക്ക് 18,000 രൂപ ഓരോ 12 മണിക്കൂർ കൂടുമ്പോഴും ഈ റീപർച്ചേസിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ 18,000 into 12 hours അല്ലെ, ഒരു 12 മണിക്കൂറിൽ 79 MBV മാച്ച് ചെയ്യുമ്പോൾ 18,000 രൂപ നമുക്ക് ടീം ബിസിനസ്സിലൂടെയാണ് ഇത് കിട്ടുന്നത്. അപ്പോ ഇത് നേടണമെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടീമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നോ ടീം നോ ഇൻകം. ഷുവർ അല്ലെ? മോർ ടീം മോർ ഇൻകം, ലെസ് ടീം ലെസ് ഇൻകം, നോ ടീം നോ ഇൻകം. അപ്പൊ റീപർച്ചേസിലൂടെ നമുക്ക് ഇൻകം നേടണമെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാം. അതുകൊണ്ട് ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. ഇപ്പൊ തുടങ്ങിയാൽ മതി. ഒരു മാസം നിങ്ങൾ 2 പേരെ വെച്ച് റിക്രൂട്ട് ചെയ്താൽ പോലും 2 പേര് ഒരു മാസം വെറും മടിയന്മാരുടെ കഥയെ ഞാൻ പറയുന്നത്. 2 പേരെ വെച്ച് റിക്രൂട്ട് ചെയ്താൽ പോലും ആ 2 പേര് അടുത്ത മാസം അതുവരെ 2 പേരെ റിക്രൂട്ട് ചെയ്താൽ പോലും ആ 2 പേര് അടുത്ത റിക്രൂട്ട് ചെയ്താൽ പോലും ഇതിന്റെ മാത്തമാറ്റിക്സ് എല്ലാവർക്കും അറിയാം. ഞാൻ രാവിലെ അതിലേക്കൊന്നും പോകുന്നില്ല അല്ലെ? ഒരു വർഷം കൊണ്ട് 4,000 പേരൊരു ടീം ഉണ്ടാവും. ജീനിയസ് സൈഡിൽ 4 റൗണ്ട് ഫിഗർ ആണ്, അതിൽ കൂടുതൽ ഉണ്ടാവും. 4,000 പേരും 4,000 പേരും. നമുക്ക് ഈ ഇൻകം കൃത്യമായിട്ട്
കിട്ടാൻ എത്ര പേര് മതിയെന്ന് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? 2500 മുതൽ 3000. 3000 ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊരു 2500 പേരുടെ ടീം നിങ്ങളുടെ ജീനിയസിലും വിന്നറിലും കൂടി ഉണ്ടെങ്കിൽ, രണ്ട് സൈഡിലും വേണം 2500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഈ 10,80,000 രൂപ വാങ്ങാൻ വേണ്ടി സാധിക്കും. 2500 ടീം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ എന്താ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? 2500 ടീം ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ ഒരു ടീമിന് ഒരു മാസം 2 പേരെ കൊണ്ടുവന്നാൽ പോലും ഒരു വർഷം കൊണ്ട് 4000 പേരുടെ ടീം ഉണ്ടാവും. ഇവിടെ 2500 പേര്, അതായത് ഒരു കട്ട് ഓഫിൽ നമുക്ക് വരേണ്ടത് ഒരാൾ 4 PBയുടെ പർച്ചേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഞാൻ നെയ്യിലേക്ക് തന്നെ വരിക, ഒരു എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലേ? മറ്റൊരു ഷുഗർ കൂടും, അത് കംപ്ലൈന്റ് ഉണ്ടാവും. ഒരു കംപ്ലൈന്റ് ഇല്ല. ഈ കുട്ടികൾക്ക് വരെ കൊടുക്കാം, നമുക്ക് മുതിർന്നവർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പൊ ഒരു 4 PBയുടെ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിച്ചാൽ അല്ലെ, 20 പേര് നിങ്ങളെ ജീനിയസ് ഉണ്ടെങ്കിൽ എത്ര PB ആയി? 20 × 4 80 PB ആയി. നമുക്ക് 79 PB മതി. ക്ലിയർ ആയല്ലോ അല്ലെ? 20 പേര് റീപർച്ചേസ് ചെയ്താൽ മതി. 20 പേര് വിന്നറിൽ ഒരു സൈഡ് പറയും, മറ്റേ സൈഡിൽ അതേപോലെ വേണം 20 പേര്. ഉച്ചയ്ക്ക് ശേഷം അടുത്ത കട്ട് ഓഫിലും 20 പേര് വേണം. അപ്പൊ ഒരു ദിവസം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ടീമിൽ എത്ര പേര് വേണം? 40 പേരുണ്ടാകണം. വൺ സൈഡിന്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ മറ്റേ സൈഡിലും വേണം 40 പേര് ഒരു ദിവസം നമ്മുടെ ടീമിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ അവർ അടുത്ത മാസം പർച്ചേസ് ചെയ്താൽ മതിയല്ലോ അല്ലെ? കാരണം അവർക്ക് ഒരു മാസത്തെ ഗ്യാപ്പായി പിന്നീട്. അതേപോലെ അടുത്ത ദിവസം പർച്ചേസ് ചെയ്യാൻ എത്ര പേര് വേണം? 40 പേര് വേണം അല്ലെ? വീണ്ടും പർച്ചേസ് ചെയ്യാൻ എത്ര പേര് വേണം? 40 പേര് വേണം. അപ്പൊ ഒരു ദിവസം 40 പേരുടെ പർച്ചേസ് ആണ് നമ്മുടെ ടീമിൽ നടക്കേണ്ടത്. ഒരു വിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ 40 പേര്, അങ്ങനെ 3 4 12 അല്ലെ? 1200 പേര് ജീനിയസിലും 1200 പേര് വിന്നർ സൈഡിൽ ഉണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ഒരു 2500 പേരുടെ ടീം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒരു മാസം 10,80,000 രൂപയും ഒരു വർഷം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് 1,31,00,000 രൂപയുടെ അടുത്ത് ഒരു വർഷം നമുക്ക് ഇതിലൂടെ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഒരു 1200, അത് 40 പേര് ഇൻറ്റു 30 ദിവസം 1200 അല്ലെ? 1200 2500 ഇനി എല്ലാവരും വാങ്ങിയില്ല സപ്പോസ്. അതുകൊണ്ടാണ് സാർ ഒരു കാൽക്കുലേഷൻ കൂടെ 2500 മുതൽ ഒരു 3000 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും വരുമാനം കിട്ടും. കാരണം നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ സ്പില്ല് താഴോട്ട് വരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള, ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ബോട്ടം ലെവലുള്ള ആളുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് വരുന്ന രീതിയിൽ, സ്പിൽ ഓവർ വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റീപർച്ചേസ് പ്ലാനാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു 2500 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് വേഗത്തിൽ കുതിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്. ഓക്കെ, എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ ചുരുക്കത്തിലും വളരെ ഫാസ്റ്റ് ആയിട്ടുമാണ് ഞാൻ ഇവിടെ ഇത് സൂചിപ്പിച്ചത്. അത് ക്ലോസ് ചെയ്തോളൂ മാഡം. സിമ്പിൾ ആയിട്ടുള്ള ഒരു റീപർച്ചേസ് പ്ലാൻ ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതെല്ലാം നേടാൻ ഇത്രേ വേണ്ടുള്ളൂ, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ടീമിനെ ബിൽഡ് ചെയ്യാൻ എന്ത് വേണം? നമ്മൾ ടീമിന്റെ കൂടെ നിൽക്കണം അല്ലെ? ടീമിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്, ടീമിൽ ഇൻകം വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളത്. നമ്മുടെ ഇൻകം ആദ്യം മറക്കുക. ടീമിലേക്ക് വേണ്ടിയിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് അവരുടെ കൂടെ ഇറങ്ങി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് പോയാൽ മതി കേട്ടോ. കാരണം എല്ലായിടത്തും വെള്ളപ്പൊക്കമാണ്, മലയിടിച്ചിലാണ്. ഇത് വളരെ കെയർഫുൾ ആവണം. നമ്മൾ കെയർഫുൾ ആവേണ്ട സമയത്ത് കെയർഫുൾ തന്നെ ആവണം. അനാവശ്യമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങരുത്. ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങിയാൽ മതി. ഫീൽഡിൽ തന്നെ ഇറങ്ങണ്ട. ഇപ്പം ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത് ഓൺലൈൻ ലോകമാണ് അല്ലെ? വീട്ടിലിരുന്നു കൊണ്ട് അമേരിക്കക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ലീന സുജിത്ത് മാഡം വേണ്ടിയിരുന്നു അല്ലെ? ഒരാളെയും കണ്ടിട്ടില്ല. ഇടുക്കിയിലുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക. ഇന്ന് ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല. എല്ലാം തന്റെ ലീഡ് ടെക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പലരും യൂട്യൂബായിട്ട് വരുന്നുണ്ട് കേട്ടോ. ലീന മാഡം ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോ ഈ രീതിയിൽ ആ ലോകമാണ് ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും അല്ലെ? അതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വലിയൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെയുണ്ട്. ആ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് ഈ അവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നല്ലൊരു ടീമിനെ മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ട് അല്ലെ? മെല്ലെ തിന്നാൽ തമ്പി സാറേ മുള്ളും തിന്ന, ധൃതി വെക്കണ്ട, തൊണ്ടയിൽ കൊടുക്കണ്ട, സാവധാനത്തിൽ മതി നമുക്ക്. അപ്പൊ നല്ലൊരു ടീമിനെ നമുക്ക് മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ നിരവധി പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. ഈ നമ്മുടെ വെൽനസ് പ്രൊഡക്ട്സുകൾ മാത്രമല്ല, ഡെയിലി യൂസേജിനുള്ള പ്രൊഡക്ട്സുകൾ വരും. നമുക്ക് കേരളത്തിൽ നിന്ന് വല്ല പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാണെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരു 2500 പേരുടെ ടീം മതി നമുക്ക്.
ഈ 1,31,00,000 രൂപ റീപർച്ചേസിലൂടെ ഒരു വർഷം നേടാൻ ഇത് സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു വാർഡ് മതി അല്ലെ, ഒരു വാർഡ് അല്ലെങ്കിൽ 2 വാർഡ് എടുത്താൽ മതി ഇത്രയും ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് റീറ്റെയിലും ചെയ്യാം, നമ്മളെ ഓരോ പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്യാം. അതിന് MRP ഉണ്ടാവും, DP പ്രൈസ് ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന പ്രൈസ് അല്ല അതിന്റെ MRP എന്ന് പറയുന്നത്. അങ്ങനെ റീറ്റെയിൽ ചെയ്താൽ ഗീതാ സുരേഷ് മാഡം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. റീറ്റെയിൽ ചെയ്തിട്ട് ഇപ്പൊ നേരത്തെ ഒരു സ്വർണ്ണമാല മേടിച്ചു, കഴിഞ്ഞ ദിവസം എന്താണ് സ്വർണ്ണ മോതിരം മേടിച്ചു അല്ലെ. അല്ല മോതിരം കാണുന്നുണ്ട്, കൈ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഒന്ന് കാണട്ടെ. ഇവരൊക്കെ അതാണ്ട 2 മോതിരായ ഇപ്പൊ എന്റെ പഠിച്ചവനെ. അപ്പോ ഇതൊക്കെ അവസരമാണ് ഇവിടെ ഉള്ളത്. ഈ അവസരത്തെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും തന്നെ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡെയിലി 36,000 മറ്റേ ഇൻകത്തിന് പുറമെ നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അത് നമുക്കറിയാം. ഒരു വർഷം 3,65,00,000 രൂപ നമുക്ക് ഫസ്റ്റ് ഇൻകം ഉണ്ട്. മദർ പ്ലാനിലൂടെ 3,65,00,000 രൂപ നേടാൻ വേണ്ടി സാധിക്കും അല്ലെ. ഇത് വേറെയാണ്. ഇത് ഒരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് നമ്മുടെ EMI അടക്കാനോ മറ്റു സേവിങ്സിലോ അറിയാതെ ഒരു ഇൻകം അവിടെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക, ടീമിന് ഉണ്ടാകാൻ വേണ്ടി ടീമിന് നല്ല കോൺഫിഡൻസ് കൊടുക്കണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ലീഡേഴ്സ് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് വരണം. 2,500 പേരുടെ കണക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലെ. സുജാമോളൊക്കെ ഇത് അടിച്ച് കയറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അല്ലെ. 2,500 പേരുടെ ടീമിനൊക്കെ ഇപ്പൊ തന്നെ ആയിട്ടുണ്ടാവും, ഏകദേശം പകുതി ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോഴല്ല ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും ഡെയിലി 36,000 എക്സ്ട്രാ ഇൻകം. അതാണ് എക്സ്ട്രാ ഇൻകം കിട്ടുന്നത്, ഒരു പാസീവ് ഇൻകം കിട്ടുന്നത്. നമ്മൾ അറിയണ്ട. പിന്നെയും ഈ തിരമാലകൾ ഇങ്ങനെ വരുമ്പോലെ വന്നുകൊണ്ടിരിക്കും. ഓരോരോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ഈ ആളുകൾ എല്ലാം വാങ്ങാൻ തുടങ്ങും ഇല്ലേ. അതിനകത്ത് ടെക്സ്റ്റൈൽ ഐറ്റംസ് വരുന്നുണ്ട്, പുതിയ എന്തൊക്കെയോ ബെഡ്ഷീറ്റുകൾ വരുന്നുണ്ട്, പല ഐറ്റംസ് വരുന്നുണ്ട്. സാറ് കഴിഞ്ഞപ്പോൾ സംസാരിച്ചു ഫോറിനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റ് ഐറ്റംസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിരവധി ഉൽപ്പന്നങ്ങൾ വരുമ്പോ ആളുകൾ ഇതൊക്കെ വാങ്ങാൻ തുടങ്ങും. അതിന് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നമ്മളറിയാതെ റെഗുലർ ആയിട്ട് അപ്പൊ പിന്നെ പറയും ഇത് 36,000 പോരെയായിരുന്നു തമ്പി സാറൊക്കെ, അത് ഇച്ചിരി കൂടെ കൂട്ടാൻ പറ്റുമെന്ന് ചോദിക്കും. ആ രീതിയിലേക്ക് നമുക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കുക സാഗർ സാറിന്. സാഗർ സാർ നമ്മുടെ കൂടെയാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൂടെയാണ്. അപ്പോ ആ രീതിയിലൊരു ഹ്യൂജ് ഇൻകം നമ്മൾ അറിയാതെ വരും. അതൊരു ടീം ബിൽഡ് ചെയ്യാൻ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ആ രീതിയിലേക്ക് നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക. മനസ്സിലായ? നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. നിങ്ങൾ വിജയിക്കണം എന്നുള്ള ഒറ്റ മനസ്സോടുകൂടി നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ചരിത്രം സൃഷ്ടിച്ചവരൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ. ചരിത്രം സൃഷ്ടിച്ചവരൊക്കെ അങ്ങനെയാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് തിരുത്തപ്പെട്ടിട്ടില്ല. ആരാ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ? ഗിന്നസ് നമ്മുടെ ഒളിമ്പിക്കിൽ ഓടിയ എന്താ അദ്ദേഹത്തിന്റെ പേര്? കടയിൽ എന്താണ് ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ട്. വെറും സാധാരണ പട്ടിയെ വരുന്നത് കൊണ്ടിട്ട് ഓടാൻ തുടങ്ങിയാന്നാ പറഞ്ഞത് കടൽ തീരത്തൂടെ. മനസ്സിലായ? ചെറുപ്പത്തില് പട്ടിയെ പേടിച്ചിട്ട് ഓടാൻ തുടങ്ങിയതാ കടൽ തീരത്തിലൂടെ. അങ്ങനെ പിന്നെ അതൊരു ശീലമായി മാറി. ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അല്ലേ. അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഇന്നുവരെ ആരും ഭേദിച്ചിട്ടില്ല. 9 something അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡെന്ന് തോന്നുന്നു. സെക്കൻഡിൽ 100 മീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ, 10 താഴെയുള്ള സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹം എത്തിയത്. ആ ഒരു ദിവസം കൊണ്ടാണോ അത് റെക്കോർഡ് ഉണ്ടാക്കിയത്? ഒരൊറ്റ ഓട്ടത്തിന് ഞാനിതാ ഒളിമ്പിക്സ് ഉണ്ട് ഷൂവും കോട്ടൊക്കെ കഴിച്ചിട്ട് അല്ലെ പാൻറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഗെറ്റ് റെഡി മാർച്ച് പറയുമ്പോൾ ഓടിയിട്ട് ഉണ്ടായതാണോ? അല്ല. അതിനു മുമ്പ് അതിന്റെ പിറകിലുള്ള എത്രയോ ദിവസത്തെ കഠിനാധ്വാനങ്ങളുണ്ട്. വെയിലും മഴയും മുഖയറപ്പൊക്കെ ഒഴുക്കിയിട്ട് ഓടി പ്രാക്ടീസ് ചെയ്തെടുത്താണ്. ആ റെക്കോർഡാണ് അവിടെ ഇന്ന് വരെയും തിരുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരാൾക്ക്. അതുപോലെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടണം, കുറച്ച് വേർപ്പൊഴുക്കണം. ഞാൻ വിജയിക്കുന്ന അടിയുറച്ച് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അതാണ് പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. ലോക ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ച് നോക്കിക്കോളൂ ഇല്ലേ. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയെ ഇല്ലേ, അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് മുഴുവൻ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ജയിലിലായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുഴുവൻ. ഏകദേശം 27 വർഷത്തോളമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. അവിടെയും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ആർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത എന്തായിരുന്നു? എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലേ, ഈ ബ്രിട്ടീഷ് അടിമകൾക്കെതിരായിട്ട് പോരാട്ടത്തിനെതിരായിട്ട് അല്ലെ, ഈ കറുത്ത യുദ്ധത്തിനെതിരായിട്ടുള്ള പോരാട്ടം. അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോ അല്ലേ പിന്നീട് എന്താ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. അതാണ് കാരാഗൃഹത്തിൽ അടച്ചാൽ പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് തിളച്ചു മറിയണം വിജയം എന്ന ഒറ്റ ചിന്ത, നേടുമെന്നുള്ള ഒറ്റ ചിന്ത. ആര് പോയാലും ആര് വന്നാലും ഇല്ലേ ഞാൻ നേടിയെടുക്കുന്നുള്ള ചിന്തയായിട്ട്. ആര് പോയാലും ഇവിടെ ഒരു വിഷയമില്ല.
ഇല്ലേ? പേമാരി വന്നു, കൊടുങ്കാറ്റ് വന്നു, സുനാമി വന്നാലും സുപ്രഭാതത്തിൽ സൂര്യൻ കിഴക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉദിക്കുന്നത് പോലെ ചിരിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആരെയും അഭിസംബോധന ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഈ പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക, ഒന്നിച്ച് നിൽക്കുക. ഡോണ്ട് ബ്ലെയിമിങ് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലല്ല വിജയം. മനസ്സിലായ? ഡോണ്ട് ബ്ലെയിമിങ് അതേഴ്സ്. മനസ്സിലായില്ലേ? ഡോണ്ട് ബ്ലെയിമിങ് സർക്കംസ്റ്റൻസസ്. സാഹചര്യങ്ങളെ കുറ്റം പറയുക. അങ്ങനെ ആയിക്കൊണ്ട് അത് ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്, ഇല്ലേ? ഡോണ്ട് ബ്ലെയിമിങ് സർക്കംസ്റ്റൻസസ്. സാഹചര്യത്തെ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുക. ഒരാളെയും കുറ്റം പറയാതെ മുന്നോട്ട് പോകാനുള്ള ആവേശം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ അച്ചീവേഴ്സ്. അതുകൊണ്ട് എല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. എന്തായാലും ഇത് 10-ാം തീയതിയോടുകൂടി തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈ ഇൻകം റിട്ടേൺ തരുന്ന ഒരു റീപർച്ചേസ് പ്ലാൻ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സാഗർ സ്റ്റുവർട്സ് സാറിന് ഒരു നല്ല നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇനി നമ്മൾ പിന്നോട്ടില്ല. ആദ്യത്തെ ഇൻകം, ആദ്യത്തെ 18,000 ആരാണ് വാങ്ങുന്നതാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് 18,000, മനസ്സിലായ? ഫസ്റ്റ് 18,000 വാങ്ങുന്ന ആൾക്ക് എന്റെ വക ഒരു 18,000 രൂപ കൂടി ഉണ്ടാവും. ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യാന്ന്. ക്ലിയർ ആയില്ലേ? ആരാണോ ഫസ്റ്റ് 18,000 രൂപ അടിക്കുന്നത് അവർക്ക് എന്റെ വക ഒരു 18,000 രൂപ ബോണസ്. റെഡിയല്ലേ? എല്ലാവരും തയ്യാറാകുക, ഫാസ്റ്റ് ആക്കുക. ആദ്യത്തെ 18,000 രൂപ തമ്പി സാറ് മേടിക്കുന്ന തോന്നുന്നു മിക്കവാറും. അപ്പോ ആദ്യത്തെ 18,000 അതിന്റെ സ്ക്രീൻഷോട്ട് ഇടുക. സാറേ ഇതാ എനിക്ക് 18,000 കിട്ടി. അപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പിന്നെ ഒന്നുമില്ല, നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ തരിക. ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു 18,000 രൂപ കൂടി എന്റെ വകയിൽ സമ്മാനമായിട്ടുണ്ടാവും. ഓക്കെ? അടുത്ത ദിവസം അനൗൺസ് ചെയ്യുമ്പോഴേക്ക് എല്ലാവരും റെഡിയായി നിൽക്കുക. നമ്മൾ അത്രയും സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ച് ഒരുമിച്ച് ഒന്നായി മുന്നേറാം. ഒരിക്കൽ കൂടി വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ വെട്ടം. കമ്പനിയുടെ നമ്മുടെ ഒരുപാട് നല്ല നല്ല ഓഫറുകൾ നമുക്ക് വന്നിരിക്കുന്നത്. പുതിയ ഒരു ഓഫർ ആണല്ലേ നമുക്ക് കമ്പനി മുന്നിൽ വെച്ചിരിക്കുന്നത്. അതായത് ഒരു 18,000 രൂപയുടെ എക്സ്ട്രാ നമുക്ക്. അത് മാത്രമല്ല, ഇപ്പൊ 12 മാസം നമുക്ക് ട്രിപ്പ് പോകാനായിട്ടുള്ള ഒരു ഇതുകൂടെ നമുക്ക് കമ്പനി ഒരുക്കി തന്നിരിക്കുകയാണ്. നമുക്ക് അതിന് എല്ലാവർക്കും സാഗർ ജോഷി സാറിന് ഒരു നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം വിശദീകരിച്ചു തന്ന സാറിന് നമുക്ക് വരുമാനം നേടാനുള്ള ഒരു മാർഗം കൂടിയാണത്. എല്ലാവരും അത് നേടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. മനോജ് സാറിന് എല്ലാവരുടെയും പേരിൽ ഒരു താങ്ക്സ്. താങ്ക് യു സാർ. താങ്ക് യു. Thank you, sir.